എന്നെ കാണാൻ വന്ന വയോധികയെ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ വാർത്തയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രായമായവരെ മുഴുവൻ ഞാൻ താഴെയാണ് കാണുന്നത്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ. 3 മണിക്ക് അവിടെ ചെന്ന് അവരെ കണ്ടതിന് ശേഷമാണ്, മിക്കവാറും 100-ലധികം പേര് അവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ വന്ന്, ചിലപ്പോൾ പ്രായമായവരല്ലാതെയും ചിലപ്പോൾ കയറി വരും, പ്രായമായവരും ഉണ്ടാവും. ഞാൻ അവരെ ഇവിടെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ഈ വരാന്തയിൽ നിൽക്കുമ്പോഴുള്ള വിഷമം കൊണ്ടാണ് താഴെ അത് ഓപ്പൺ ചെയ്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും പ്രായമായ ആളുകൾക്കും ഇരിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വയോധിക വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് കോടതിയിലാണ്. എന്നെ വന്ന് കണ്ടിരുന്നു. നമുക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്. കേസ് കോടതിയിലാണ് ആൾക്ക്. അപ്പം അവർ താഴെ വന്ന് ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയപ്പോൾ അവരെ പോകാൻ നിർബന്ധിച്ചിട്ട് അവർ പോയില്ല. അന്ന് അവരെ പോലീസ് കൊണ്ടുപോയി. ഇവരെ മകളെ വിളിച്ചു. അപ്പോൾ മകൾ വന്നില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് പോലീസ് ജീപ്പിൽ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് അവരെ യാത്രയാക്കിയത്. ഇതാണ് സംഭവം. തെറ്റായ വാർത്തയാണ്. അല്ല, അത് അവർ പരാതി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ തെറ്റായ പരാതിയാണ് കൊടുത്തത്. ഞാൻ അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞത്, അവർക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, നിങ്ങൾ അന്വേഷിക്കുകയും കൂടി വേണമല്ലോ. നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയില്ല, ഞാൻ പറയണത് ശരിയല്ല. എന്താണ് കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ കാര്യമാണെന്ന്. അല്ല, രണ്ടാമത്തെ കാര്യം ഈ ഒരു കുണ്ടറയിലെ കസ്റ്റഡി മരണ ആരോപണം ജൂൺ 16-നാണ് ഒരു ആൺകുട്ടിയെ കാണാതായ പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. 17-ന് വിട്ടയച്ചു. സംഭവം നടന്ന് 13 ദിവസത്തിന് ശേഷം ജൂലൈ 2-ന് സിയാദിനെ നാട്ടുകാരനായ ഒരു യുവാവിൽ നിന്ന് മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുണ്ടറയിലെ കേസ് 13 ദിവസത്തിന് ശേഷം പോലീസ് വിട്ടയച്ച് 13 ദിവസത്തിന് ശേഷം ഒരാൾ മർദ്ദിച്ചു. ജൂലൈ 25-ന്, അതായത് ആളെ വിട്ടയച്ചത് 17-ാം തീയതിയാണ്, ജൂൺ 17-ാം തീയതി. ഒരു മാസവും കഴിഞ്ഞ് ജൂലൈ 25-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ചികിത്സയിരിക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം മെഡിക്കൽ റിപ്പോർട്ട് സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് രോഗബാധ മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പിതാവിന്റെ സഹോദരൻ നൽകിയ മൊഴിയുടെയും ജൂലൈ 2-ലെ സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷണം. നിങ്ങൾ പറഞ്ഞാൽ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നിട്ടും അത് അന്വേഷണം നടത്താതെ തള്ളിക്കളയല്ല ചെയ്ത്. അന്വേഷണം നടത്തുകയാണ്. ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കണം. അല്ല, ഇത് പറഞ്ഞാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ടും ഗവൺമെന്റ് എന്താ തീരുമാനം എടുത്തേക്കണത്? സർക്കാർ തീരുമാനം എടുത്തേക്കണം. ഞാൻ മൊഴിയുടെ കാര്യമാണ്. സർക്കാർ എടുത്തേക്കണ തീരുമാനം എല്ലാ അടിസ്ഥാനത്തിലും ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ആ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. അത് കേസ് അന്വേഷണം നടക്കുമല്ലേ. കേസ് അല്ല, നിങ്ങൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പാർട്ടി അതിന്റെ മതേതര നിലപാട് കളഞ്ഞു കുളിച്ചു എന്നാണ് റിപ്പോർട്ട്. അപ്പം ഞങ്ങളുടെ ആരോപണം, പ്രതിപക്ഷം അന്നായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ആരോപണം CPM കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് ശരിവെച്ചിരിക്കുന്നു. എന്താ ചെയ്തത്? ഞാൻ വിമർശിച്ചാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വായിക്കുകയാണ്. ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തത്? എന്ത് പ്രസക്തിയാണ് UP മുഖ്യമന്ത്രിയുടെ കത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയിൽ വായിക്കുന്നത്? എന്താ റെലവൻസ്? തമിഴ്നാട്ടിലും കർണാടകത്തിലും തെലങ്കാനയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നത്. UP മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? ശ്രീ പിണറായി വിജയൻ മറുപടി പറയണം. കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ് മതേതര നിലപാട് കളഞ്ഞു വിളിച്ചു. CPMന് തിരിച്ചറിവുണ്ടാവും, വർഷങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ലേ. അതുപോലെ സഹകരണ ബാങ്ക് കൊള്ള, പെൻഷൻ കുടിശ്ശിക, നികുതി വർധന, കർഷക തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ ഇടയായി എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മനസ്സിലായ? ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു
എന്ന ഇവരുടെ എല്ലാം നിലപാട് കേന്ദ്ര കമ്മിറ്റി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. Yes, Rahul Gandhi is our leader. We are supporting the statements made by Rahul ji. അല്ല ആരാണ് പറഞ്ഞത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വരുമെന്ന്? ഇല്ല നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അത് വരുമെന്ന് ക്യാബിനറ്റിലെ ആ റിപ്പോർട്ട് വരുമ്പോൾ ക്യാബിനറ്റ് പരിശോധിക്കും. വരട്ടെ, വരുമ്പോ പരിശോധിക്കും. അത് തീരുമാനം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കും. അതൊക്കെ നാളത്തെ UDF യോഗത്തിലെ ചർച്ച. ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ എന്നോട് ചോദിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? നാളത്തെ UDF ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ നാളെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് അതിൻ്റെ? ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്തും ചോദിക്കാം എന്നുള്ളതുകൊണ്ടാണ്.